ഹായ് എവരി വൺ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുള്ളിക്കാരൻ്റെ വീഡിയോ ഇനി എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് അറിയുന്നതൊന്നും സത്യമാകരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഒൺസിനെ വൈൽ നമ്മൾ നല്ലൊരു സൗഹൃദത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാളുടെ ആ ഒരു വിഷയം എടുക്കാനൊരു മടിയുണ്ട് കേട്ടോ. ഓപ്പൺലി പറയുകയാണെങ്കിൽ ഒരു മടിയുണ്ട്. മാത്രമല്ല നമ്മുടെ മെജോറിറ്റി ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് റോബിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് ഇവിടെ വിശദമാക്കി കഴിഞ്ഞാൽ അവർക്കത് ഹേർട്ട് ചെയ്യും. ഒത്തിരി അമ്മമാരുടെ വലിയൊരു ഫീലിംഗ് ആണ് ആ ചെറുക്കൻ. പക്ഷെ എന്താണ് ആ പയ്യൻ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് ഡൗട്ട്. ഞാനിത് കാണാൻ സാഹചര്യം ഉണ്ടായത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദലക്ഷ്മി, നിങ്ങൾക്കറിയാം വേദലക്ഷ്മിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരു വിഷയം എടുത്താൽ അതിനകത്ത് അഡമൻ്റായി നിൽക്കുകയെന്ന് മാത്രമല്ല അവൾ മറ്റൊന്നും ബോധർ ചെയ്യുന്നതല്ല. അത് നമ്മുടെ ഈ പിന്നെ വീട്ടിൽ കയറ്റില്ല സിസ്റ്റം ഉണ്ടല്ലോ, അതിനകത്ത് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നല്ലോ. അത് അവരുടേതായ അഭിപ്രായമാണ്. ഇപ്പം നമ്മളൊരു വിഷയം പറയുന്നു, എല്ലാവർക്കും എല്ലാവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പം എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ യോജിച്ചുകൊള്ളണമെന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ നമുക്ക് വൈരുദ്ധ്യം ഉണ്ടാകും. അതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തന്നെ വെക്കുമെന്ന് ധൈര്യസമേതം പറയുന്ന ബോൾഡായ ഒരു സ്ത്രീയാണ് വേദ. വേദയോട് കൊരുക്കാൻ പോകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയം കണ്ടപ്പോൾ മനസ്സിലായത്. വിഷയം എന്താണെന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. വേദലക്ഷ്മിക്കെതിരെ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് റോബിൻ. കാരണം വേദലക്ഷ്മിയുടെ കയ്യിൽ റോബിൻ പൈസ വാങ്ങിയതിനും കൊടുത്തതിനും പൈസയുടെ ഡീലിങ്സും ചതിക്കും ഒക്കെ നല്ല എവിഡൻസ്, ക്ലിയർ എവിഡൻസ് പുള്ളിക്കാരത്തിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പം ഇന്ന പോർഷൻ ഇന്ന പോയിന്റ് ഇതൊന്നും ഞാൻ പറയുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വീഡിയോസ് ഇടുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗവും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ശത്രു വന്നാൽ അവനെ നിസ്സാരനായി കണക്കാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ റോബിന് പിഴവ് പറ്റി. കാരണം റോബിൻ്റെ കയ്യിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്നാണ് നമുക്കൊക്കെ മനസ്സിലായ ഒരു ഇൻഫർമേഷൻ. എന്തായാലും വേദലക്ഷ്മി ഞായറാഴ്ച ഇട്ട ഒരു പോസ്റ്റാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്, കേൾക്കാം. ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിന്റെ പേരിലുള്ള എനിക്ക് വന്ന ഡിഎമ്മും മെസ്സേജസും വെച്ചാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ചൊറപറാ മെസ്സേജസ് ഇതെന്താണ്, നാളെ രാവിലെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിലെത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ എനിക്ക് നാളെ ജോലിയുണ്ട്, നിന്നെപ്പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാം. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ ധരിപ്പിക്കാനുള്ളത് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കാണ് നീ ഇത്രയും കാട്ടിക്കൂടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചു. നീ ചെയ്തു. നീ എവിടെ നിർത്തുന്നോ അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറേ നാൾ വെയിറ്റ് ചെയ്തു. പക്ഷേ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങി തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പോൾ വിനായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര പിടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026 മുട്ടനാടുകൾ തന്നെ ഒന്ന് ആലോചന കണ്ടേ ചെയ്തോളൂ. ഇപ്പോൾ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ച് കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിൻ്റെ ഒരു ശരി. ഓക്കെ, അപ്പോൾ സ്നേഹം പറക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങോട്ട് പറക്കട്ടെ. ബൈ. ഇത് അത്യാവശ്യം അവൾക്കെതിരെ പരാതി കൊടുത്തതിൻ്റെ ഒരു ദേഷ്യം കൊണ്ട് പുള്ളിക്കാരത്തി പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു മൊത്തം സ്റ്റോറി കണ്ടതിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ തന്നെ കാണുക. അവിടുന്ന് ഒരു മെസ്സേജ് പോകുന്നു, അവിടുന്ന് ഒരു മെസ്സേജ് വരുന്നു, ആകെ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടടിയില്ല കളി. ഇവൾക്ക് പൈസ കണ്ട കൊടുക്കാനുണ്ട്. ഇവൾക്ക് മാത്രമല്ല ആർക്കൊക്കെയോ കൊടുക്കാനുണ്ട്. നല്ല രീതിയിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള പ്രോബ്ലംസ് റോബിൻ ഫേസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് വന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ തകർച്ചയിലാണുള്ളത് പുള്ളിക്കാരൻ. ആ തകർച്ചയിൽ നിന്ന് കരകയറാനാണ് പുള്ളിക്കാരൻ ഈ രാഷ്ട്രീയം കൂട്ടുപിടിച്ചതെന്നാണ് എൻ്റെ ഒരു അസംഷൻ. കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. അതുകൊണ്ടാണ് ഇപ്പം ഈ ദിവസം നേരിടേണ്ടി വന്നത്. അത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ വേദ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കാം. ഇലക്ഷനിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം അവരുടെ സ്വത്ത് വകകളും ലയബിലിറ്റീസും അങ്ങനെയുള്ളതെല്ലാം ഡാറ്റാബേസിൽ എൻ്റർ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. സോ ദാറ്റ്സ് കോൾഡ് മൈമെറ്റ എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ റോബിൻ രാധാകൃഷ്ണൻ തന്റെ വരവും ചെലവും സ്വത്ത് വകകളും ലയബിലിറ്റീസും കടവും അങ്ങനെയുള്ളതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അത് നിങ്ങൾക്കെല്ലാം കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് വെളിപ്പെടുത്താനായിട്ട് പിന്നെ റോബിന്റെ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻ ഇതും റോബിൻ ഒന്ന് പുറത്തുവിട്ടാൽ കൊള്ളാം. ഓക്കെ, കഴിഞ്ഞ 4 വർഷമായിട്ട്, അതായത് ബിഗ് ബോസിന് ശേഷമുള്ള 4 വർഷങ്ങൾ. ഇത് 2 കാര്യങ്ങൾ. പിന്നെ അടുത്തത്, ഇതിന്റെ കൂടെ ഞാൻ 2 വീഡിയോസും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. 2 വീഡിയോ ലിങ്കുകളും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതില് ഇലക്ഷൻ സമയത്ത് റോബിൻ ഒരു ആൾക്ക് കൊടുത്ത് ഇതാക്കുന്ന സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന 40 ലക്ഷം രൂപയുണ്ട്. നമ്മളുടെയൊക്കെ കാറുകളിൽ ആ സമയത്ത് ഡാഷ്ബോർഡ് ഒക്കെ ഉൾപ്പെടെ ചെക്ക് ചെയ്ത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന സമയത്ത് റോബിൻ എവിടുന്നാണ് ഈ 2 വീഡിയോകളിലുള്ള ക്യാഷിന്റെ
സോഴ്സ് എവിടെ നിന്നാണ് ഇത്രയും പൈസ കിട്ടിയത് അതും റോബിൻ ഒന്ന് പ്രസ് മീറ്റിൽ വ്യക്തമാക്കിയാൽ കൊള്ളാം. 2 വീഡിയോസ് ഉണ്ട്, ഇതിനകത്ത് കുറച്ച് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്, ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ബട്ട് ഈ പൈസയുടെ സോഴ്സ്, ഈ ഫണ്ടിന്റെ സോഴ്സ് അത് ജനങ്ങളോട് തന്നെ വ്യക്തമാക്കണം. ഇത് 40 ലക്ഷം ഇല്ലല്ലോ, അതിനുള്ള ആളിനെ കണ്ടല്ലോ ബ്രോ, ചോദിച്ചെണ്ണ കണ്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? അല്ല ബ്രോ പറയുന്നത് വിചാരിച്ചാണ് ഞാൻ നമ്മൾ ഫണ്ടൊന്നും കൊടുക്കാത്ത ബൊട്ടീക്ക് വെച്ചിട്ട് കൊടുത്ത പൈസ പൈസയിലുണ്ട്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ RTGS ബാങ്കിൽ പോയി ചെയ്ത എമൗണ്ടാ. ഓക്കെ, ഇത് എന്നത്തെ സംഭവം? എന്നാ 20-ാം തീയതി 12 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എന്റെ അക്കൗണ്ടിൽ നിന്ന്. മനസ്സിലായോ? ചുമ്മാ പോയതല്ലേ, അക്കൗണ്ട് വഴിയാ പോയത്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുത്താലും അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്റെ HDFC ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഫണ്ട് പോയിരിക്കുന്നത്. എന്റെ HDFC ബാങ്കിൽ നിനക്ക് HDFC അല്ലല്ലോ, നിനക്ക് പഞ്ചാബ് എന്റെ പൊന്നു ബ്രോ, എന്റെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബ്ലോക്ക് ആയി പോയെന്ന്. ഞാൻ HDFC ബാങ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ളത് പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പണമിടപാട് പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട്. എനിക്കിതിനകത്ത് അഖിൽമാരുടെ റോള് മനസ്സിലായില്ല. അഖിൽമാരാര് ഇവർക്ക് വന്നിട്ട് ഇവരുടെ അടുത്ത് എന്തോ ഇട്ടത് വേദ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വേദ കൂട്ടുപിടിച്ചിരിക്കുന്ന 2 പേര്, ഒന്ന് അഖിൽമാരും ഒന്ന് ആ പറയുന്ന പിന്നെ യൂട്യൂബറും, ഇവർ രണ്ടും ഫ്രോഡുകളാണ്. വേദ ഒരു നല്ല ഇൻറ്റൻഷനിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. റോബിനെതിരെ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ആണ് താല്പര്യപ്പെടുന്നതെങ്കിൽ തെളിവുണ്ടെങ്കിൽ അത് വെച്ച് സംസാരിക്കാൻ തന്നെ അപ്പുറം ഈ ഫ്രോഡുകളുടെ സാധനം എടുത്ത് താൻ ഷെയർ ചെയ്യുമ്പോൾ തൻ്റെ ക്രെഡിബിലിറ്റി ആയിരിക്കും പ്രശ്നം വരിക. അത് പിന്നെ വേദലക്ഷ്മിയോട് പറയാനുള്ളതാണ്, നിങ്ങളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നതാണ്. ഇപ്പം ആരായിരുന്നാലും ശരി തന്നെ നമ്മളൊരു വിഷയത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റിയും കൂടെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വിഷയത്തിനെ ആൾക്കാർ എടുക്കുന്ന മോഡ് വേറെ ആയിരിക്കും. എന്ത് തന്നെ അഡമൻ്റായിട്ട് നിങ്ങൾ നിന്നാലും നിങ്ങൾ പറയുന്നതിന് ആധികാരികത ഇല്ല എന്ന് അവർ ധരിക്കാനുള്ള ഒരു വഴിയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യൂട്യൂബറെ കൂട്ടുപിടിച്ചിട്ടാണ് പുള്ളിക്കാരത്തി പലതും പറയുന്നത്. അതിനേക്കാൾ ഉപരി ആ പറഞ്ഞ വ്യക്തി അതിനേക്കാൾ വലിയ ഫ്രോഡാണ്, അത് തെളിഞ്ഞ കാര്യമാണ്. അപ്പം അതിൻ്റെ തെളിവുകൾ അപ്പുറത്തുനിന്ന് റോബിന് ഇടുമ്പോൾ ഇതിൻ്റെ ആധികാരികത കുറയുമെന്നുള്ളതാണ്. സത്യത്തിൽ എന്തോ സംതിങ് നടന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ റോബിൻ തന്നെ പറയുന്നുണ്ട് അയാൾക്ക് ഈ ഒരു പാർട്ടിയെ പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല എന്നത് എനിക്ക് തോന്നി. കാരണം അത്രയും മനസാക്ഷി ഇല്ലാത്തൊരു ചെറുക്കനല്ല അത്. അവൻ എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാക്കാത്തത്. ഈ മിക്കവാറും പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഈ പാർട്ടി എങ്ങനെ ജയിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു കൺഫ്യൂഷനാണ്. അതിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് മുഴുക്ക ഹിന്ദു ഉണരുക എന്നൊരു ടൈമാണ്. അങ്ങനെ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചാൽ ഏക്കത്തില്ല, ഏറിക്കത്തില്ല. ഇവിടെ ഹിന്ദുക്കൾ ഇല്ല, ഇവിടെ മനുഷ്യരാണുള്ളത്. മുസ്ലിങ്ങളില്ല, ഇവിടെ മനുഷ്യരാണുള്ളത്. അപ്പോൾ ഇത്രയും മതമൈത്രിയുള്ള മറ്റൊരു സംസ്ഥാനം ഇല്ല ഇന്ത്യയിൽ. അങ്ങനെയുള്ള നാട്ടിൽ ഈ ഒരു രാഷ്ട്രീയം ഒരിക്കലും പച്ച പിടിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരല്ല ഇതിനകത്ത് ഇവിടെ നിന്ന് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മതി. അതുകൊണ്ടാണ് റോബിൻ അതിനകത്ത് പോയി ചേർന്നപ്പോൾ എനിക്ക് വണ്ടറായത്, ഈ ചെറുക്കനോ? ഒരിക്കലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം അവർക്ക് മിക്സായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഇത്രയും വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊരു വർഗീയ പാർട്ടിയാണ്. അത് ആരെക്കാൾ ഉപരി അത് മനസ്സിലാക്കിയിരിക്കുന്ന ആരൊക്കെയാണ്? അത് പറഞ്ഞ 2 വ്യക്തികളാണ് അതിനകത്ത് പോയി ചേർന്നത്. ഒന്ന് അഖില്, 2 ഇയാള്. ഇവർ 2 പേരും ഈ ഒരു പാർട്ടിയെ പറ്റി വളരെ മോശം പറഞ്ഞിട്ട് അതിനകത്ത് പോയി ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചിക്കിലി തന്നെയാണ്, മണി തന്നെയാണ്. ഇനി അഖിൽ പറഞ്ഞ റോബിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവർ ഇത് ചെയ്തിട്ടുണ്ട്, അത് കേൾക്കാം. ബ്രോ, ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു ബൈ BJP എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ് ക്ലിയറായിട്ട് പറഞ്ഞു, സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോൾ എന്ത് ചെയ്ത് എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറിലെ സാധനം എടുത്ത് കാണിച്ചപ്പം ഒരിക്കലും ഒരു പ്രൈം മിനിസ്റ്ററിന് അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോൾ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നതെന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്. അവരത് ചിന്തിച്ചുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ. ഇനി ഞാൻ ഈ ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയാന്ന് വെച്ചോ, മനസ്സിലായില്ലേ, എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിച്ചാണ് അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പ്രാക്ടീസ് ഇട്ടിട്ടുണ്ട് ബ്രോ. എത്ര പേര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എനിക്ക് അതിലൊന്നും ഒരു മടി എന്തില്ല. കാരണം ബ്രോ എഴുതി വെച്ചു ബ്രോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ, മനസ്സിലായി? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വരെ ഞാൻ MLA ആയിട്ട് കൈവക്കുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് നമ്മളെ BMW മറ്റേ സാധനമൊക്കെ വെച്ച് പോണതാണ് പച്ച വണ്ടിയില്. ആലോചിച്ച് നോക്കണേ, പച്ച വണ്ടിയില് മനസ്സിലായ? എനിക്ക് കിട്ടുന്ന സാലറി നിന്നും എന്റെ ഇതിൽ നിന്നും ഞാൻ ഡീസൽ അടിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കാം ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ?
എന്ന് വെച്ചാൽ നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നമ്മുടെ പ്രവൃത്തിയാണ് എന്ത്. ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത് ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാൻ നിങ്ങളെ പോലെ ഒരാളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം എന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആണ് എന്നും ഇതൊരു വർഗീയ പാർട്ടിയാണെന്നും ഇത് എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാനൊരു ഡിഫറെൻറ്റ് പൊളിറ്റീഷ്യൻ ആണെന്നും ഒക്കെയല്ലേ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് ലിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം 100% ഇവൻ എന്തൊക്കെ ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു വകതിരിവുകേട് അവൻ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യത്തില്ല. ഇതൊരു വകതിരിവുകേട് തന്നെയാണ്. കാരണം ബിഗ് ബോസ് എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ റീച്ചാകുന്നു, അതിൽ കൂടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയവനാണ്. അപ്പോൾ അത്രത്തോളം ആളുകൾ റെസ്പെക്റ്റോടു കൂടി ഇഷ്ടത്തോടു കൂടി എടുക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ കുറച്ച് സപ്പോർട്ടിനായിരിക്കാൻ ചെയ്തിട്ടുണ്ടാകുന്നുള്ളത് എത്ര വൈകൃതമായ ഒരു ചിന്താധാരയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പം ആദ്യം ആ രാഷ്ട്രീയം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ രാഷ്ട്രത്തിലുള്ള എല്ലാ മനുഷ്യരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു ഇതായിരിക്കണം രാഷ്ട്രീയം. നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്ന അവരെയും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യുകയും നിയമസഭയിൽ അവർക്കൊരു പൊസിഷൻ ഉണ്ടെന്നും അവരെ നമ്മൾ കേൾക്കേണ്ടി വരുമെന്നും അവരവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം ഒരു രാഷ്ട്രീയക്കാരന് വരേണ്ടത്. അല്ലാതെ ഞാൻ എന്ന പാർട്ടി വരുന്നു, എൻ്റെ പാർട്ടി തന്നെ ഇവിടെ ഭരിക്കും, എൻ്റെ പാർട്ടി തന്നെയാണ് ഓൾ എന്നുള്ള ചിന്തയിൽ വരുന്നത് ഫാസിസം മെന്റാലിറ്റിയാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് ഇവർക്കാണ്, ഈ പാർട്ടി പ്രവർത്തകർക്കാണ്. ഇപ്പം ഇവിടെ കിടന്ന് കേരളത്തിൽ കിടന്ന് ഈ ബഹളം മുഴുക്ക കാണിക്കുന്ന CJPക്ക് അവിടെ കിട്ടിയ വിക്ടറിയാണ്. ആക്ച്വലി CJPക്ക് അവിടെ കിട്ടിയ വിക്ടറി അത് ഫുൾ ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ആവുകയാണ്. ആ കുഞ്ഞുങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശക്തമായി പ്രതികരിച്ചാൽ ഫുൾ ഇന്ത്യയിലേക്ക് ഇത് പരകും. കാരണം നാളത്തെ തലമുറ ഈ ഒരു കാര്യത്തിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയാൽ, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ അവർക്ക് റിലീജിയൻ ഇല്ല. ഈ പുതിയ തലമുറയ്ക്ക് റിലീജിയൻ ഇല്ല. ഒരു കുട്ടികളും അങ്ങനെ ഇത് മെനക്കെടത്തില്ല. കാരണം റിലീജിയസ് തോട്ടാണ് പല സ്വാതന്ത്ര്യങ്ങളെയും അവരെ ഒതുക്കുന്നത്. പലരെയും ഒതുക്കുന്നത് റിലീജിയനാണ്. അപ്പോൾ അവരത് അങ്ങനെ ഒതുക്കപ്പെട്ട് ചങ്ങലയ്ക്കകത്ത് കിടക്കാൻ ആഗ്രഹിക്കാത്ത അത് വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുന്ന പിള്ളേരാണ്. അവിടെ നിങ്ങളുടെ ഈ രാഷ്ട്രീയം, അതായത് ഈ വർഗീയ രാഷ്ട്രീയം ചിലവാകത്തില്ല. കുട്ടികൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ പേരൻസിന് ഓട്ടോമാറ്റിക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ 30% എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്ന ആ വിഭാഗം മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു 90% അവരിലേക്ക് പോകും. ബാക്കി 10 മാത്രമേ നിങ്ങൾക്കൊപ്പം നിൽക്കുള്ളൂ. അത് നിങ്ങളുടെ പൊളിറ്റിക്സിനെ നശിപ്പിക്കും എന്നുള്ളതാണ് ഒരു തിരിച്ചറിവ്. അവരെ എതിർക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും യുക്തിപൂർവമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഈ പറയുന്ന രീതിയിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആരെങ്കിലും ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവർക്ക് ഇച്ചിരി പൈസ കൂടുതൽ അപ്പുറത്തുനിന്ന് കൊടുക്കാമെന്ന് തയ്യാറായാൽ ഇവരപ്പുറത്തോട്ട് കളം മാറ്റി ചവിട്ടും. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഈ കേരളത്തിലുള്ള പൊളിറ്റിക്സ് ഇവർക്ക് ട്രസ്റ്റ് ചെയ്യാം. ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് ഒരാളെ കൊണ്ടുവരേണ്ട ഒരു ഗതികേട് എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഉണ്ടെന്ന്. ആ പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കിയവരായിരിക്കും ആ പാർട്ടിക്കകത്ത് നിൽക്കുക. അവർ ഒരു കാരണവശാലും പണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരല്ല. ചിലപ്പോൾ ചില സംഘി മനോഭാവമുള്ള ഒരു കോൺഗ്രസ്സിലുണ്ടായിരിക്കും, അവരങ്ങോട്ട് ചാടും. അതേപോലെ സംഘി മനോഭാവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റിലും കാണും, അവരും ചിലപ്പോൾ സംഘികളായിട്ട് മാറും എന്നതിനപ്പുറം ഒരു കാരണവശാലും പണം കൊടുത്ത് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആൾക്കാർ ഇതിനകത്തില്ല. ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പം മെജോറിറ്റി ഇപ്പോൾ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം കണ്ടില്ലേ? അവിടെയും ഫണ്ട് ഇറക്കി അവിടെ ഉള്ളവരെ സംഘികളാക്കാൻ ശ്രമിക്കുകയാണ്. അവർ നന്നായി എഫർട്ട് ഇടുകയാണ്. പക്ഷെ അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എൻഡ് ഓഫ് ദ ഡേ ഇവരെല്ലാം ക്ലാവെട്ടുമ്പോൾ ചെമ്പിൻ്റെ ചോട്ടി കൂടുന്നവർ പോലെയാണ് മലയാളികൾ എന്നും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല, അവരൊറ്റക്കെട്ടാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ പറ്റിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവൻ നല്ല പാടുപെടും എന്നുള്ളതാണ്. ഇവന് ഒരു ABCD അറിയത്തില്ല എന്നതിൽ നിന്നും വ്യക്തമല്ലേ. ഇതിനേക്കാൾ ഉപരി ആ ഒരു ഒരു സമരത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഡോക്ടറാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത്രയും ഫോഴ്സിൽ വാട്ടർ വരുമ്പം നെഞ്ച് വിരിച്ചങ്ങനെ നിൽക്കുകയാണ് ബാഹുബലി പോലെ. ഇവനെന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അതിൻ്റെ ഒരു ചെറിയത് ചെവിക്കകത്തൊക്കെയാണ് അടിച്ചാൽ കർണപടം പൊട്ടിപ്പോവും. അത്ര ഫോഴ്സിലാണ് ജലപീരങ്കിയും കൊണ്ട് നിൽക്കുന്നത്. പീരങ്കിയാണത്. അമ്മാതിരി ഷൂട്ടാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പം മാറുക എന്നതിനപ്പുറം അവിടെ നിന്നുകൊണ്ട് അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ആക്സിഡൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങൾ വീരമൃത്യു എന്നതിനപ്പുറം നിങ്ങളെ തൂക്കി തലയെ വയ്ക്കത്തില്ല. എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം നിന്ന പൊടിയെ ആലോചിച്ചിട്ടാണ്. ആ പെണ്ണ് എന്തിൻ്റെ കേടായിട്ടാണ് ഒന്ന് ഡോക്ടറായ ഒരു പയ്യനെ കൊണ്ടുവന്ന് ഈ വൃത്തികെട്ട സാധനത്തിൽ കൊണ്ടുവന്ന് ഇറക്കി അവൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ പാർട്ട്ണറല്ലേ, കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടി. എന്തോ ആകെ മൊത്തം
ഈ 4 മണിക്കുള്ള ഇതിനകത്തുനിന്ന് ബാക്കിയുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കറിയാം ഒത്തിരി അമ്മമാർ അവനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ലാന്ന്. പക്ഷെ ഇത് പറയാതിരിക്കുക എന്നുള്ളത് ഒരു യുക്തിയല്ലാത്തത് കൊണ്ട് പറയുന്നു. എനിക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ്. എന്തുകൊണ്ട് അവനിങ്ങനെ ഒരു താളം ചവിട്ടൽ നടത്തി എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനായിട്ട് അവിടെ നിൽക്കി സൃഷ്ടി ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.